അല്പം കാര്യം സീസൺ 2 സമ്മർ ക്യാമ്പിൽ നടക്കാൻ പോകുന്നത് ഒരു മോട്ടിവേഷൻ സ്പീച്ച് എന്ന സെഷനാണ് കേട്ടോ. ഈ സെഷൻ നയിക്കാനായിട്ട് ഇവിടെ എത്തിയിട്ടുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു സോഷ്യൽ മീഡിയ സ്റ്റാർ എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ സൂചിപ്പിക്കാവുന്ന നമുക്ക് ഏറെ പ്രിയപ്പെട്ട ഡോക്ടർ നിഷ റാഫേലാണ്. അല്ലെങ്കിൽ നമ്മളൊക്കെ വിളിക്കുന്ന, അല്ലെങ്കിൽ നമ്മൾ സോഷ്യൽ മീഡിയയിൽ വിളിക്കുന്ന പോലെ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട നിഷ ടീച്ചറാണ്. നമുക്ക് നിഷ ടീച്ചറെ വേദിയിലേക്ക് വിളിക്കുന്നതിന് മുന്നേ ടീച്ചറിന്റെ അച്ചീവ്മെന്റ്സ് ഒന്ന് കേൾക്കണ്ടേ? ഓക്കെ. പ്രശസ്തയായ മോട്ടിവേഷൻ സ്പീക്കറും പരിചയസമ്പന്നയായ എക്കണോമിക്സ് ഫാക്കൽറ്റി അംഗവുമായ ഡോക്ടർ നിഷ റാഫേൽ കാലിക്കറ്റ് സർവകലാശാലയിൽ നിന്നും സാമ്പത്തിക ശാസ്ത്രത്തിൽ ഡോക്ടറേറ്റ് നേടിയിട്ടുള്ള നിഷ ടീച്ചർ തൻ്റെ അക്കാഡമിക് മികവും അഗാധമായ ജീവിതജ്ഞാനവും സംയോജിപ്പിക്കുന്നു. നേരായ ചിന്താഗതി, ആത്മവിശ്വാസം, വ്യക്തിഗത വളർച്ച എന്നിവയിലൂടെ വ്യക്തികളെ ശക്തരാക്കി തീർക്കുന്നതിൽ പ്രശസ്തയായ പ്രചോദനാത്മകമായ പ്രഭാഷക കൂടിയാണ് ഡോക്ടർ നിഷ റാഫേൽ. തൻ്റെ ആകർഷകമായ സംസാരങ്ങളിലൂടെയും സംവേദനാത്മകമായ സെഷനുകളിലൂടെയും വെല്ലുവിളികളെ അതിജീവിക്കാനും ലീഡർഷിപ്പ് സ്കിൽസ് വികസിപ്പിക്കുവാനും ദൃഢനിശ്ചയത്തോടും അതിജീവന ശേഷിയോടും കൂടിയ വിജയം കൈവരിക്കുവാനും അവർ വിദ്യാർത്ഥികളെയും പ്രൊഫഷണൽസിനെയും സമൂഹത്തെയും പ്രോത്സാഹിപ്പിക്കുന്നു. മാത്രമല്ല, ടീച്ചർക്ക് ഒരു ഹാപ്പിനെസ് പ്രോഗ്രാമും ഉണ്ട് കേട്ടോ. നമ്മളിടം എന്നാണ് ടീച്ചറിൻ്റെ ഹാപ്പിനെസ് പ്രോഗ്രാമിൻ്റെ പേര്. അതും ടീച്ചർ ഇപ്പോൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഏറെ സന്തോഷത്തോടെ നല്ലൊരു കൈയ്യടി നൽകിക്കൊണ്ട് നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട നിഷ ടീച്ചറെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. ടീച്ചർ, അമൃത ടി വിയുടെ ഡിജിറ്റൽ അവാർഡ്സ് 2025 അമൃത ഡിജിറ്റൽ അവാർഡ്സിൻ്റെ മോട്ടിവേഷണൽ സ്പീക്കർ എമേർജിങ് സോഷ്യൽ മീഡിയ അവാർഡും നിഷ മാമിനായിരുന്നു. അപ്പോൾ അത് നമ്മുടെ അമൃത ടി വിയുടെ ഫസ്റ്റ് സോഷ്യൽ മീഡിയ ഡിജിറ്റൽ അവാർഡ്സ് ആയിരുന്നു അത്. അപ്പോൾ അത് നേരത്തെ നമ്മളിവിടെ മെൻഷൻ ചെയ്യാൻ വിട്ടുപോയിരുന്നു. അപ്പോൾ അത് വളരെ സ്പെഷ്യലാണ്. അപ്പോൾ അത് നമ്മളിങ്ങനെ മനസ്സിൽ എന്നും എനിക്ക് തോന്നുന്നു അന്ന് നിഷയുടെ ഒരു സ്പീച്ചൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്കും വളരെ പ്രിയപ്പെട്ടതാണ്. കാര്യം ഡിജിറ്റൽ അവാർഡ്സ് ഫസ്റ്റ് ടൈം ചെയ്യുവാണ് അമൃത ടി വി. അതിൻ്റെ സീസൺ 2 2026 ഉണ്ടാവും. അപ്പോൾ അതൊന്ന് പറയാമെന്ന് വിചാരിച്ചു, ആ ഒരു കാര്യം കൂടെ നിങ്ങളെ അറിയിക്കാമെന്ന് വിചാരിച്ചു. താങ്ക് യു സോ മച്ച്. ശരിക്കും പറഞ്ഞപ്പോൾ നമ്മളൊക്കെ എനിക്ക് തോന്നുന്നു ജെൻസികളാണ് സോഷ്യൽ മീഡിയ ഭരിച്ചിരുന്നതെന്നാണ് നമ്മൾ വിചാരിച്ചിരുന്നത്. പക്ഷെ അല്ല, നമുക്ക് വെല്ലുവിളിയായിട്ട് നിഷ ടീച്ചർ ഉണ്ട്. പക്ഷെ വെല്ലുവിളിയല്ല കേട്ടോ, നമ്മുടെ ഒപ്പം തന്നെ നമ്മുടെ ഒരു കൂട്ടുകാരിയായിട്ട് നമ്മളെ ലീഡ് ചെയ്യാനും നമ്മളെ ഗൈഡ് ചെയ്യാനായിട്ടാണ് നിഷ ടീച്ചർ ഇന്ന് എത്തിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ടീച്ചറുടെ വാക്കുകൾ കേട്ടാലോ? ഓക്കെ, നല്ല ഗൈഡ് കൊടുക്കണം കേട്ടോ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നല്ലേ ടീച്ചറിനെ? ഓക്കെ. ഇന്നിപ്പോൾ ഞാൻ ഈ ഒരു അമൃത ടി വിയുടെ ഈ പ്രോഗ്രാമിന് വരുമ്പോൾ ഞാൻ അങ്ങനെ ആലോചിക്കായിരുന്നു. സത്യത്തിൽ അമൃത ടി വി ഏതാണ്ട് തന്നെ ദത്തെടുത്ത പോലെയാണ്. എന്ത് പ്രോഗ്രാം ഉണ്ടെങ്കിലും ഇവിടുത്തെ ക്രിയേറ്റീവ് ഹെഡിൻ്റെ ഒരു കോൾ വരും, ടീച്ചർ ഫ്രീ ആണെങ്കിൽ ഒന്ന് വായോ എന്ന്. അപ്പോൾ അമൃത ടി വി എന്ന് പറഞ്ഞാൽ എനിക്ക് എൻ്റെ ഒരു കുടുംബം പോലെ മാറിയിട്ടുണ്ട്. ഇപ്പോൾ ഈ സമ്മർ ക്യാമ്പിൽ ഇവിടെ വന്ന് നിങ്ങളോട് എന്ത് സംസാരിക്കണമെന്ന് യാതൊരു ഐഡിയ ഇല്ലാണ്ട് ഞാൻ വന്നിരിക്കാം. എന്താ കാരണം എന്നറിയോ? കുട്ടികളുടെ അടുത്ത് പറയാൻ പ്രത്യേകിച്ച് നമുക്ക് ഉപദേശങ്ങളുടെ ആവശ്യമില്ല. കുട്ടികളെ ഏറ്റവും അധികം വെറുക്കുന്നത് ഉപദേശങ്ങളാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ശരിയാണോ തെറ്റാണോ? അല്ലേ? നിങ്ങൾ ഉപദേശിക്കുന്ന ആളുകളെ നിങ്ങൾക്ക് ഇഷ്ടമാണോ? ഒരുപാട് ഉപദേശിക്കുന്ന ആളുകളെ നിങ്ങൾക്ക് ഇഷ്ടമാണോ? സാധാരണ പാരൻസ് നമ്മുടെ അടുത്ത് എപ്പോഴും പറയുന്ന കാര്യം എന്താ? പഠിക്കേ, 24 മണിക്കൂർ ആ ഫോണിൽ കുത്തിപ്പിടിച്ചിരിക്കാണ്ട് നിനക്ക് 2 അക്ഷരം വായിച്ചൂടെ? കൊട്ടയിലല്ലേ നീ മാർക്ക് കൊണ്ടുവരാറുള്ളത്? നിന്റെ പ്രോഗ്രസ് റിപ്പോർട്ട് എവിടെ? അപ്പുറത്തെ വീട്ടിലത്തെ ആ ചെക്കൻ്റെ മാർക്ക് നോക്കിയാൽ നീ അവനൊക്കെ കളിക്കുകയാണെങ്കിലേ അന്തസ്സായിട്ട് പഠിക്കുന്നുണ്ട്. ഇങ്ങനത്തെ ഡയലോഗല്ലേ നമ്മുടെ വീടുകളിൽ സ്ഥിരമായിട്ട് കേൾക്കാം, അല്ലേ? ടി വി അങ്ങോട്ട് ഓൺ ചെയ്യാൻ, ടി വി ഇപ്പോൾ ആൾക്കാർ അധികം ഓൺ ചെയ്യില്ല, കാരണം ടി വിയുടെ കാലഘട്ടമൊക്കെ കഴിഞ്ഞു. നമ്മൾ ആ ഇൻസ്റ്റാഗ്രാമോ അല്ലെങ്കിൽ യൂട്യൂബോ സെർച്ച് ചെയ്യാനായിട്ട് ഫോൺ ഇങ്ങോട്ട് എടുത്ത നേരത്ത് അധികം അമ്മമാർക്കാണ് നമ്മളെ കാണുമ്പോൾ ചൊറിച്ചിൽ. എന്തിട്ടുണ്ട് ഈ അമ്മ ഫോണിൽ തപ്പിക്കൊണ്ടിരിക്കണം, നിനക്ക് ഞാൻ വന്നിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ, അങ്ങനെ പറയണത് അധികം അമ്മമാരായിരിക്കും, അല്ലേ? അതേന്ന് പറഞ്ഞ ആളുടെ പേരെന്താ? ആദ്യ. ദിയ ഒന്ന് സ്റ്റേജിലേക്ക് വന്നേ. വാ 2 പേര് സ്റ്റേജിലേക്ക് വാ. ഓടുക. സ്പീഡ്. ഇവരുടെ 2 പേരുടെയും അമ്മമാരെ കുറിച്ചാണ് ഇവർക്ക് കുറ്റം പറയുന്നത്. നിങ്ങളുടെ അമ്മമാർ ഇവിടെ വന്നിട്ടുണ്ടോ? നിങ്ങൾ 2 പേരും ഒരു വീട്ടിലത്തെ കുട്ടികളാ? 2 വീട്ടിലത്തെ കുട്ടികളാ? 2 വീട്ടിലത്തെ. നിങ്ങളുടെ അമ്മ എങ്ങനെ ഇവിടെ വന്നിട്ടുണ്ടോ? അമ്മൂമ്മ വന്നിട്ടുണ്ട്. അമ്മൂമ്മ നല്ലതല്ലേ? അമ്മയല്ലേ ഇങ്ങനെ പറയാറുള്ളത്, ഈ ഡയലോഗ് പറയാറുള്ളത്? ഓക്കെ, അമ്മ അങ്ങനെ സ്ഥിരമായിട്ട് പറയാറുള്ള ഡയലോഗുകൾ അമ്മൂമ്മി പറയാറുണ്ട്. എന്നാൽ അമ്മൂമ്മി പോര് സ്ഥിരം പറയുന്ന ഡയലോഗുകൾ ഏതൊക്കെയാ? ഞാൻ പറയാട്ടാ. അപ്പോൾ നിങ്ങളുടെ റെസ്പോൺസ് എന്താ നിങ്ങൾ പറഞ്ഞാൽ മതി. ഞാൻ തൽക്കാലം കുറച്ച് നേരത്തേക്ക് നിങ്ങളുടെ അമ്മയാവാം.
ഏത് ആ എപ്പോഴും ഇങ്ങനെ ഈ ചൊറിഞ്ഞ വർത്താനം പറയണ അമ്മയെ തൽക്കാലം ഞാനാവാട്ടാ. അപ്പം നിങ്ങളുടെ റെസ്പോൺസ് നിങ്ങൾ ഇതിൽ പറയണം. ഞാൻ താൽക്കാലികമായിട്ട് ഞാൻ അമ്മയാന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ പറയണം. ദിയാന്നല്ലേ പേര് പറഞ്ഞേ? നിള. നിള. ഇയാള് ആദ്യം നിളയും. കുറച്ച് നേരത്തേക്ക് ഞാൻ ഇവരുടെ അമ്മയായിട്ട് നിന്ന് ഞാൻ സംസാരിക്കാം കേട്ടാ. ദിയാ, എന്തിട്ടുണ്ട് നീ അവിടെ കാണിക്കണേ? നിൻ കുറെ നേരമുള്ള ഫോണിൽ കുത്തിപ്പിടിച്ചിരിക്കണു. നിന്നോട് പഠിക്കാൻ ഞാൻ എത്ര നേരമായി പറഞ്ഞിട്ട്? നിന്റെ ഈ ചിരി ഉണ്ടല്ല എൻ്റെ മുന്നിൽ വേണ്ടട്ടാ. റെസ്പോണ്ട് ഈ അമ്മ ഇങ്ങനെ ചീത്ത പറയുമ്പോൾ നിങ്ങൾ ഇങ്ങനെ ചിരിക്കുകയാണോ ചെയ്യാറില്ല? പിന്നെ ഇങ്ങനെ എന്താ മറുപടി പറയാ? ആ കുട്ടിക്ക് മൈക്ക് കൊടുക്കൂ. അപ്പം നിന്റെ റെസ്പോൺസ് എന്തായിരുന്നു? ഞാൻ നേരെ പോയി ഇരുന്ന് പഠിക്കാൻ കയറും. റെസ്പോൺസ് എങ്ങനെ നമ്മൾ റിയാക്ട് ചെയ്യാം അമ്മയുടെ അടുത്തപ്പോ? മിണ്ടാതിരിക്കും. ഒന്നും പറയില്ല. എന്താ കാരണം? അമ്മ അങ്ങനെ പറയുമ്പോ എന്തുകൊണ്ടാണ് മിണ്ടാതിരിക്കുന്നത്? അമ്മ പറയുമ്പോ അത് നമ്മൾ തിരിച്ചു പറയുന്നവര് ശരിയല്ലല്ലോ. നല്ല എളിമയുള്ള കുട്ടിയാണ്. നല്ലൊരു കയ്യടി. എന്തൊരു നല്ല കുട്ടിയാ. അമ്മ പറയണത് അനുസരിക്കൊന്നുമില്ല. പക്ഷെ ഞാൻ തിരിച്ചു പറയില്ല. എന്തെന്നറിയില്ല, മുതിർന്നവര് തിരിച്ചു പറയുന്ന ശീലം എനിക്കില്ല. ഞാൻ തിരിച്ചു പറയും. ഇവളുണ്ടല്ല മുക്കാലൊക്കെ ഇട്ടിട്ട് തല്ലണം. ചന്തിമുണ്ടല്ല ടപ്പേ ടപ്പേന്ന് വെച്ചടിക്കണം. അമ്മേനെ തിരിച്ചു പറയുന്നേ. 2 മിനിറ്റ് ഞാൻ ഒരു പ്രോത്സാഹനം കൊടുത്തപ്പോ പെറ്റ തള്ളയെ തള്ളി പറഞ്ഞവര്. ഇവരെയൊക്കെയാണ് നിങ്ങൾ വളർത്തി വലുതാക്കണം. കണ്ട സ്റ്റേജമ്മ ഒന്നിന്ന് എവിടുന്നോ പോയിരുന്നേ. നിങ്ങളൊന്നും ഒരു നിമിഷം ഇവിടെ നിൽക്കരുത്. പൊക്കെ ഓടിക്കോ. എവിടെ നിന്നോ വന്ന് 10 മിനിറ്റ് അമ്മമാരെ തള്ളി പറയാൻ ഒരു നിഷ ടീച്ചർ വന്നപ്പോ ഇന്നലെ വരെ വളർത്തി വലുതാക്കിയ പാരൻസിനെ തള്ളി പറഞ്ഞവര്. കഷ്ടം തന്നെ. മ്ലേച്ഛകരം. നമ്മുടെ വീട്ടിൽ പാരൻസ് സ്വാഭാവികമായിട്ട് നമ്മളോട് പഠിക്കാൻ പറയും. അതെന്തുകൊണ്ടാ? നമ്മൾ പഠിച്ച് ജോലി കിട്ടിയിട്ട് ആ കാശ് കൊണ്ട് അവർക്ക് ജീവിക്കാൻ വേണ്ടിയിട്ടല്ല. നമുക്ക് മാർക്ക് വാങ്ങി നമുക്ക് 2 കാലം നിൽക്കാൻ പറ്റിയാൽ മാത്രമേ, അല്ലാണ്ട് 4 കാലം നിൽക്കാൻ പറ്റില്ലല്ലോ. നമ്മൾ പശുവൊന്നുമല്ലല്ലോ. ജോലിയൊക്കെ വാങ്ങി 2 കാലം നിൽക്കാൻ പറ്റിയാൽ മാത്രമേ, നമുക്ക് സ്വന്തമായിട്ട് കാശുണ്ടെങ്കിൽ മാത്രമേ ഈ സമൂഹത്തിൽ വിലയുണ്ടാവുള്ളൂ. ഞാൻ ടീച്ചറായിട്ട് ജോലി ചെയ്തിരുന്ന ഒരാളാണ്. ഇപ്പോൾ ടീച്ചറായിട്ട് ജോലി ചെയ്യുന്നില്ല, ചെയ്തിരുന്ന ഒരാളാണ്. ഇപ്പോൾ വീഡിയോ എടുക്കാനായിട്ട് എൻ്റെ കൂടെ വന്നിട്ടുള്ളത് ഈ സൈഡിൽ നിൽക്കുന്ന എൻ്റെ മോളാണ്. അപ്പൂസ് എന്നാണ് പേര്. ഇത് നിൽക്കുന്നത് എൻ്റെ മോളാണ്. അവളാണ് എൻ്റെ ഫുൾ സപ്പോർട്ടായിട്ട് എൻ്റെ കൂടെ എപ്പോഴും ഉള്ളൊരാൾ. എനിക്ക് എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഫുൾ സപ്പോർട്ടായിട്ട് എൻ്റെ കൂടെ വന്ന് നിൽക്കുന്ന ഒരാൾ അപ്പൂസാണ്. ഒരു സെക്കൻഡ് അപ്പൂസ് ഒന്ന് സ്റ്റേജിലേക്ക് വാ. ക്യാമറയും കൊണ്ട് വന്നതാ, വേണ്ടായിരുന്നു. ഇങ്ങനെ ഓരോ അമ്മമാരുണ്ടായി എന്ത് ചെയ്യും? അമ്മയുടെ 2 ഗുണങ്ങൾ എന്നെ നിഷ ടീച്ചർ എന്നാണ് ഇവൾ കളിയാക്കിയിട്ട് വിളിക്കുക. ഇവളിപ്പോൾ 22 വയസ്സ് പ്രായമുള്ള ഒരു മകളാണ്. അപ്പം അവൾക്ക് ഈ അമ്മ ഒരു ജെൻസി, എന്നോട് എപ്പോഴും പറയാറുള്ളത് അമ്മ, സാധാരണ അമ്മമാർ പറയാറ് തള്ള വൈബ് എന്നല്ലേ? തള്ള വൈബല്ലേ മൊത്തം? നിങ്ങളുടെ വീട്ടിലുള്ള അമ്മമാർക്ക് തള്ള വൈബല്ലേ? ഞാൻ പക്ഷെ ഒരു വൈബ് തള്ളയാണ്. എന്നെ കൊണ്ടാണ് ഇവൾക്ക് ഭയങ്കര ശല്യം. എന്നെയാണ് ഇവള് പറയാം ഒന്നും മിണ്ടാടുന്നേ, ആൾക്കാർ ശ്രദ്ധിക്കണു, അപ്പം അതൊക്കെ സംസാരിക്കുക എന്നൊക്കെ പറയുന്ന ആളാണ് ഇവള്. അപ്പം ഇവൾക്കൊന്ന് മൈക്ക് കൈമാറാം. നല്ല ഡ്രസ്സ് ഇട്ട് വന്നത് അമൃത ടി വിയിലേക്ക് വരണേ, മര്യാദയ്ക്ക് വൃത്തിയിൽ വന്നോന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായി. എന്നാ അമ്മയെ കുറിച്ച് 2 നല്ല വാക്ക് ഉണ്ടെങ്കിൽ പറഞ്ഞ നല്ല വാക്ക്. അല്ല, ഒരു കുട്ടികളെ വളർത്തുന്ന കാര്യത്തിലുള്ള അമ്മയുടെ ആ കുട്ടികൾക്ക് പ്രചോദനമാവാൻ പറ്റിയ അങ്ങനെ ചീത്തയൊന്നും പറയണ അമ്മയെന്നല്ല, ആകെ കൂടി ഒരു കാര്യത്തിന് ചീത്ത പറയാന്നോണ പറയരുത്. എന്ന് വെച്ചാൽ എന്ത് ഒരാളെ തല്ലിക്കൊന്ന് വന്നാലും നോണ പറയരുത്. അത് കറക്റ്റുള്ള കാര്യം സത്യമായിട്ട് അമ്മയോട് പറയണം. അതാണ് ആകെ ആൾ എപ്പോഴും ഫോളോ ചെയ്യാൻ പറയണ ഒരു കാര്യം. അല്ലാണ്ട് പഠിക്കാൻ പറയേ, മാർക്ക് വാങ്ങിയില്ല എന്ന് പറയേ, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. അങ്ങനെയൊന്നും പഠിക്കുന്നൊരു വാക്ക് ഒരിക്കലും പൊക്കോ, എൻ്റെ വീഡിയോ മിസ് ചെയ്യണ്ട, ഗോ പഠിക്കുന്നൊരു വാക്ക് ഒരിക്കലും ഞാനായിട്ട് പറയാറില്ല. അതിനൊരു കാരണമുണ്ട്. അവനവന് തോന്നിയിട്ട് പഠിക്കുമ്പോൾ മാത്രമേ ആ പഠിപ്പിൽ കാര്യം ഉണ്ടാവുള്ളൂ എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. സ്വയം തോന്നി പഠിച്ചാൽ മാത്രമേ നമുക്ക് അതുകൊണ്ട് ഉപകാരം ഉണ്ടാവുള്ളൂ. ഈ നമ്മുടെ പാരൻസ് സാധാരണഗതിയിൽ നമ്മളോട് എപ്പോഴും പഠിക്കുക എന്ന് പറയുന്ന പാരൻസ് ഉണ്ടല്ലോ, അവർക്ക് ചെറുപ്പ കാലഘട്ടത്തിൽ ഒരു പക്ഷേ വിചാരിച്ച പോലെ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റാത്ത ഒരു പാരൻ്റ് ആയിരിക്കും. എനിക്ക് തോന്നുന്നു വളരെ സൂക്ഷ്മമായിട്ട് തന്നെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് പാരൻ്റ് അല്ലേ? ആ തൊട്ട് ബാക്കിൽ നിന്ന് 2ാമത്തെ റോയിലിരിക്കുന്ന താങ്കൾ തന്നെ ഇപ്പോൾ തിരിഞ്ഞു നോക്കിയ ആൾ പാരൻ്റ് അല്ലേ? ഒന്നും ഇങ്ങോട്ട് വരുമോ സാർ? ഒന്നും ഇങ്ങോട്ട് സ്റ്റേജിലേക്ക് വരുമോ? താങ്കളുടെ കുട്ടി ഇവിടെ എവിടെയെങ്കിലും ഉണ്ടോ? ആ കുട്ടീനെയും കൂടി ഇങ്ങോട്ട് പെറുക്കിക്കോ. ഇങ്ങോട്ട് പോരും. ഒന്ന് കൈയടിച്ച ഒരു പാരന്റ് കുട്ടി സ്റ്റേജിലേക്ക് വരാണ്. കൈയടിക്കൂ. നല്ലൊരു കൈയടിക്ക് എനർജി പോരാട്ടാ. നമുക്ക് ചോദിക്കാം ഇവരുടെ ഒരു വീട്ടിലുള്ള സിറ്റുവേഷൻ എന്താണ്, എങ്ങനെയാണെന്നൊക്കെ. താങ്കളുടെ പേര്? സുഹേൽ എന്നാണ് പേര്. എവിടെ സ്ഥലം? എവിടെ?
കുന്നംകുളം. കുന്നംകുളത്ത് നിന്നാണ്. മോൻ്റെ പേരെന്താ? നദാൻ. നദാൻ. നദാൻ ഏത് ക്ലാസ്സിലാ? ഇനി 5ാം ക്ലാസ്സിലേക്ക്. 5ാം ക്ലാസ്സിൽ. ഓക്കെ. നദാന്റെ ഏറ്റവും നല്ല ഇപ്പോൾ പഠിക്കാൻ പറയുമ്പോഴോ അല്ലെങ്കിൽ കളിക്കാൻ പോകുന്ന കാര്യത്തിലുള്ള നിയന്ത്രണങ്ങളോ ഒക്കെ അങ്ങനെ വെക്കുന്ന ഒരു പാരന്റ് ആണോ? എന്താണ് സുഹൈൽ ഒരു നല്ല പാരന്റ് എന്നുള്ള രീതിയിൽ സ്വയം 10ൽ എത്ര മാർക്ക് കൊടുക്കും? സ്വയം നീ ടോപ്പിന് മാർക്കാ നല്ലത്. നദാൻ എത്ര മാർക്ക് കൊടുക്കും അച്ഛന്? അതാ നല്ലത്. 10ല് ഒരു 10 മാർക്ക്. ഇപ്പൊ ഇവനെ ടീച്ചറാവാത്തത് നന്നായി. കുട്ടികളെല്ലാവരും ഫുൾ A+ വാങ്ങിയാനെ. അച്ഛന്റെ നല്ല അതല്ല മാം, അതെന്താ കാര്യത്തിനെങ്കിലേ ഇപ്പൊ മാഡം പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ ഫോളോ ചെയ്യുന്നതാ. കാരണം ഈ പറഞ്ഞ ഒന്നും ഞാൻ ചെയ്യാറില്ല. ഈ പറഞ്ഞൊരു കാര്യം മാത്രമേ അല്ല നീ എന്തിക്കാറില്ല. അല്ല, ഒരു കാര്യം മാത്രമേ ഞാൻ പറയാറുള്ളൂ, നുണ പറയരുത്. ഇതൊക്കെ പറയുമ്പോൾ എന്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ടിരിക്കുക. അല്ല, അങ്ങനെ അല്ലാത്ത പേരൻസ് ആണ് ഞാൻ പറയുന്ന കുട്ടികളെ ഏറ്റവും അധികം ബുദ്ധിമുട്ടിക്കില്ല. അല്ല, ഞാൻ ആകെ 2-3 കാര്യങ്ങൾ ഞാൻ പറയാറുള്ളൂ. എന്ത് ചെയ്യുകയാണെങ്കിലും അറിഞ്ഞ് ചെയ്യാം. നല്ലൊരു കൈയടി കൊടുക്കുക. എന്ത് ചെയ്യുകയാണെങ്കിലും അറിഞ്ഞ് ചെയ്യാം. നമ്മൾ കളിക്കുകയാണെങ്കിൽ നന്നായി കളിക്കുക, പഠിക്കുകയാണെങ്കിൽ നന്നായി പഠിക്കുക. ഞാൻ ഇപ്പോൾ ഒരു കാര്യം പറയാം. ചില ആൾക്കാർക്ക് കേൾക്കുമ്പോൾ ഭയങ്കര ബോറടിക്ക് തോന്നും. ശ്രദ്ധിക്കണ്ട, എല്ലാവരെയും തൃപ്തിപ്പെടുത്തി നമുക്ക്. അതായത് അല്ല അല്ലെങ്കിൽ വേണ്ട, ഇവൻ പറയട്ടെ, ഇവന്റെ റൊട്ടീൻ എങ്ങനെയാണെന്നുള്ള ഇവൻ പറയട്ടെ, അതല്ലേ നല്ലത്. മോൻ പറ, നദാൻ പറ, എങ്ങനെയാണ് മോന്റെ ഒരു ദിവസം നേരം വെളുത്ത് വൈകുന്നേരം വരെ ആവുന്നതിന്റെ സമയത്തുള്ള ഇവന്റെ ചിട്ടകൾ എന്തൊക്കെയാന്നുള്ളത് അവൻ പറഞ്ഞാൽ മതി. അതെ, നദാൻ പറയട്ടെ. രാവിലെ ഒരു 5:30 എണിക്കും. എന്നിട്ട് 6 മണിക്ക് നേരെ ട്യൂഷനിലേക്ക് പോവും രാവിലെ. അത് കഴിഞ്ഞിട്ട് ഒരു 8 മണിയാകുമ്പോഴേക്കും വന്ന് കുളിച്ച് ഫ്രഷായി സ്കൂളിലേക്ക് പോവും. സ്കൂളിലേക്ക് പോയി കഴിഞ്ഞ് അവിടെ കുറച്ച് നേരം പഠിച്ചും കളിച്ചും 3:30 ആകുമ്പോഴേക്കും വീട്ടിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഒരു 4 മണിക്ക് കളരിക്കും പോയി കഴിഞ്ഞ് ഒരു 7-7:30 വീട്ടിലേക്ക് വരും. വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ ഭക്ഷണം കഴിച്ച് ഒരു 8 മണി 9 മണിയാകുമ്പോഴേക്കും കിടക്കും. കളരി കരാട്ടെ കളരിയാണ്. ഈ കളരിയിൽ 1-2 അവിടെ പഠിച്ച എന്തെങ്കിലും മുറകൾ നമുക്ക് ഇവിടെ കാണിച്ചു തരാൻ പറ്റുമോ? കളരി ഇങ്ങനെ ബാക്കിൽ വിളിക്കാനാണോ അവൻ കളരി പഠിക്കാൻ പോയത്? അപ്പൊ അവന്റെ ഒരു ഡെയിലി റുട്ടീൻ എന്താ നമുക്ക് മനസ്സിലായില്ലേ? രാവിലെ 5:30 മണിക്കായിരിക്കും. ഇതിൽ എത്ര പേര് 5:30 മണി സമയം കണ്ടിട്ടുണ്ട്? മൂത്രമൊഴിക്കാൻ എനിക്കണമെന്നല്ല, അത് ഞാനും എനിക്കാറുണ്ട്. മൂത്രമൊഴിച്ചിട്ട് വീണ്ടും പോയി കിടന്നുറങ്ങും. 5:30. ഞാൻ ഇത്രയും നന്മമരങ്ങളായ കുട്ടികളുടെ അടുത്താണ് ക്ലാസ് എടുക്കാൻ വന്നതെന്ന് അറിഞ്ഞില്ല കേട്ടാ. ഞാൻ ഉദ്ദേശിച്ച കുട്ടികൾ ഇതല്ല, ഞാൻ ഉദ്ദേശിച്ചത് ഇങ്ങനത്തെ കുട്ടികളെയല്ല. ഓക്കെ, ഒരു ചെയ്യൂലേ? ചെരുപ്പ് ഊരിയിട്ടതേ അവന്റെ ഉള്ളാട്ടാ. അടിപൊളി, സൂപ്പർ. ഇതിൻ്റെ കൂടെ ഉപദ്രവിക്കാൻ വരുന്ന ആൾക്കാരെ കണ്ണിലേക്ക് മുളക് പൊടിയും കൂടി ഇട്ടാ ശുഭം. ഓക്കെ, താങ്ക് യു. ഇങ്ങനെയാണ് എല്ലാ പെൺകുട്ടികളും ആൺകുട്ടികളൊക്കെ എന്തായാലും പഠിച്ചിരിക്കേണ്ട ചില മുറകളാണ് അതൊക്കെ. നമ്മൾ ആരെങ്കിലും ഉപദ്രവിക്കാൻ വന്നാൽ കറക്റ്റ് മർമ്മം നോക്കിയിട്ട് ടപ്പേന്ന് വെച്ചാൽ ഒന്ന് കൊടുത്തിട്ട് കണ്ണിൽ മുളക് പൊടി ഇടണം. അപ്പോൾ അവർ ഓടിപ്പൊക്കോളും. അതിനുള്ള കളികളാണ് ആ കുട്ടി പറഞ്ഞത്. സാധാരണഗതിയിൽ പെൺകുട്ടികളുള്ള വീട്ടിൽ പെൺകുട്ടികൾക്ക് കൂടുതൽ ഇഷ്ടം അച്ഛന്മാരോടായിരിക്കും എന്ന് പറയണേൽ എന്തെങ്കിലും ശരിയുണ്ടോ? പെൺകുട്ടികൾക്ക് കൂടുതൽ ഇഷ്ടം അച്ഛനോടാണെന്ന് പറയുന്നത് ശരിയാണോ തെറ്റാണോ? ശരി. ആ ശരി എന്ന് പറഞ്ഞ ഏതെങ്കിലും പെൺകുട്ടിയുടെ അച്ഛൻ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ആ കുട്ടിയും അച്ഛനും കൂടി സ്റ്റേജിലേക്ക് വരണം. ആ കുട്ടിയും അച്ഛനും കൂടി സ്റ്റേജിലേക്ക് വരണം. അച്ഛനുണ്ടാ? വരൂ, കൈയടിച്ചോ. പെൺകുട്ടികൾക്ക് ഏറ്റവും ഇഷ്ടം അച്ഛന്മാരോടാണെന്ന് പറയുന്ന ആദ്യവും അവസാനവും കൂടിയാണ് സ്റ്റേജിലേക്ക് വരുന്നത്. നമുക്ക് നോക്കാം എന്താണ് അവർക്ക് പറയാനുള്ളതെന്ന്. ഇവളുടെ വീട്ടിലെ പേര് പുല്ലഞ്ചാടി എന്നെങ്ങാനാണോ? ഭയങ്കര ഹൈപ്പർ ആക്റ്റീവ് ആണല്ലോ. പേരെന്താ? അരവിന്ദ്. സ്ഥലം കാസർഗോഡാണ്. എറണാകുളം. കാസർഗോഡാണ്. ഓക്കെ. വേറെ ആൺകുട്ടികളുണ്ടോ വീട്ടിലും? 2 പെൺകുട്ടികളാണ്. അച്ഛന്മാർക്ക് പെൺകുട്ടികളോടാണ് അല്ലെങ്കിൽ പെൺകുട്ടികൾക്ക് അച്ഛന്മാരോടാണ് കൂടുതൽ ഇഷ്ടം എന്ന് പറയുന്നത് ശരിയാണോ?
എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. കുട്ടികളെല്ലാവരും പോലെ തന്നെയല്ലേ നമുക്ക്. മാതാപിതാക്കൾ കുട്ടികളെല്ലാവരും ഒരുപോലെ, പക്ഷെ കുട്ടികൾക്ക് അങ്ങനെയൊന്നുമല്ല. മാതാപിതാക്കൾക്ക് കുട്ടികളെല്ലാവരും ഒരുപോലെ ആയിരിക്കും, പക്ഷെ കുട്ടികൾക്ക് കണ്ടില്ലേ ഇഷ്ടം അച്ഛനോടാണെന്ന് പറഞ്ഞു. അങ്ങനെ ആദ്യം പറയാൻ എന്താണ് കാരണം? അച്ഛൻ എന്ത് ചേരുന്നുണ്ടെങ്കിലും അതിന് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് വെക്കുന്നത് അച്ഛനായിരിക്കും. അങ്ങനെ അച്ഛൻ സപ്പോർട്ട് ചെയ്തിട്ടുള്ള 1-2 കാര്യങ്ങൾ പറഞ്ഞേ. ഞാൻ ചെയ്യുന്ന ഏറ്റവും എനിക്ക് എന്നെ പഠിപ്പിച്ചു തന്നത് മോണോ ആക്റ്റാണ് ഏറ്റവും കൂടുതൽ. അത് ആദ്യം സ്കൂളിലായിരുന്നു, അപ്പോൾ അതിന് ആകെ ഒരാളെ ഉണ്ടായിട്ടുള്ളൂ, അത് ഞാൻ മാത്രമായിരുന്നു. അത് കഴിഞ്ഞിട്ട് എനിക്ക് ഡിസ്ട്രിക്റ്റിൽ ഒരവസരം കിട്ടി. അതിലെനിക്ക് അച്ഛനെ ഞാനത് ആ ക്രെഡിറ്റ് കൊടുക്കണേ. 3rd കിട്ടി അച്ഛൻ. കാരണം അത് എൻ്റെ ഈ കഴിവും അച്ഛൻ്റെ കഴിവും കൂടിയാണ് എനിക്ക് ആ ഒരു 3rd കിട്ടിയത്. പറയുമ്പോൾ അച്ഛൻ്റെ കണ്ണുകൾ ഈറനണിയുന്നു. കണ്ടാ, ഇതൊക്കെയാണ് ഒരു അപ്പന് കിട്ടാവുന്ന ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറഞ്ഞത്. കാരണം ഒരു പബ്ലിക് സദസ്സിൽ വന്നിട്ട് ആ കുട്ടി പറയാണ്, എൻ്റെ അച്ഛൻ എന്നെ ഇത്രയധികം സപ്പോർട്ട് ചെയ്തു, മോണോ ആക്ട് ചെയ്തു, അതിൽ പ്രൈസ് കിട്ടിയെന്നൊക്കെ. എന്തായിരുന്നു അച്ഛനന്ന് പഠിപ്പിച്ചെന്ന്? ഒരു 4ാം ക്ലാസ് പകുതി എത്തിയപ്പോൾ നമ്മളെ സ്കൂൾ ആനുവൽ ഡേ അല്ല, കലോത്സവമായിരുന്നു ആ സമയത്ത്. അതിന് ഞാൻ അധികം എല്ലാത്തിനും ചേരാറുണ്ട്. ഞാൻ ആദ്യം ഡിസ്ട്രിക്റ്റിൽ പോയി തുടങ്ങിയത് 2ാം ക്ലാസ്സിൽ നിന്നാണ്. അതിനുശേഷം എപ്പോഴും പോകാറുണ്ട്, എന്തെങ്കിലുമൊക്കെ ചേരുന്ന സമയത്ത് അങ്ങനെ എപ്പോഴും പോകാറുണ്ട്. എന്നെ അമ്മയും അച്ഛനായിരിക്കും എന്നെ ഏറ്റവും കൂടുതൽ നോക്കുന്നത്, പക്ഷേ എനിക്ക് ഏറ്റവും ഇഷ്ടം അച്ഛനെയാണ്. അച്ഛനെയാണ് എനിക്കിഷ്ടം. വല്ല പാട്ടെങ്ങാനുണ്ടോ അങ്ങനത്തെ വല്ല പാട്ട്? അച്ഛന് പറ്റിയ 2 വരി, അച്ഛന് പറ്റിയ 2 വരി ആദ്യം ഒന്ന് പാടും കേട്ടാ, അച്ഛന് വേണ്ടി ഉള്ളൊരു പാട്ട്. സൂര്യനായി തഴുകി ഉണർത്തുമെന്നച്ഛനെയാണ് എനിക്കിഷ്ടം. ഓക്കെ, താങ്ക് യു. ഇനി ചെന്നോ. ഇനി ഇതുപോലെ തന്നെ ഇപ്പൊ അച്ഛൻ മകൾ കോമ്പിനേഷൻ വന്നില്ലേ, ഇനി എന്തായിരിക്കും അടുത്ത കോമ്പിനേഷൻ? അമ്മ മോൻ. അങ്ങനെ ഒരു അമ്മ മോൻ കോമ്പിനേഷനിലുള്ള ആളുകൾ ഇവിടെ ഇരിക്കുന്നുണ്ടാവില്ലേ? ഒരു അമ്മയും ഒരു മകനും. അമ്മമാർ വന്നിട്ടില്ല ഇവല്ലോ, ബാക്കിൽ കുറെ തരുണി മണികൾ ചുരിദാറൊക്കെ ഇട്ട് മേക്കപ്പ് ഒക്കെ ചെയ്ത് വന്നിരിക്കണ്ടല്ലോ. ആ വായ പൊത്തിച്ചിരിക്കുന്ന അമ്മ നല്ല ഭംഗിയുണ്ടല്ലോ കമ്മൽ കാണാൻ. ഇങ്ങോട്ട് വരൂ, താങ്കൾ തന്നെ ഇങ്ങോട്ട് വന്നോളൂ, നല്ല ചിരിയാണല്ലോ. എന്തിനാണ് കുട്ടി വായ പൊത്തുന്നത്? ഒന്ന് കൈയടിച്ചേ. അമ്മയ്ക്ക് ആരെങ്കിലും ഉണ്ടോ? കുട്ടികളുണ്ടോ? അമ്മ മാത്രമല്ലോ? കുട്ടിയുണ്ടോ? സ്വന്തമായിട്ട് കുട്ടിയുണ്ടോ? സ്വന്തം തന്നെ, അപ്പുറത്തെ വീട്ടിൽ കൊണ്ടുപോരെ. വാ കൈയടിച്ചോ. അമ്മയും മോള് സ്റ്റേജിലേക്ക് വരികയാണ്. അമ്മയും മോനെയാണ് പ്രതീക്ഷിച്ചത്, കുഴപ്പമില്ല, ഉള്ളതൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യും. വലിയ കുഴപ്പമില്ല, പോര്. അമ്മയ്ക്ക് ഭയങ്കര നാണം കേട്ടാ, ഡാൻസുകാരിയാണെന്ന് തോന്നുന്നു. നാണം തുളുമ്പുന്ന മുഖം. ഡാൻസ് പഠിച്ചിട്ടുണ്ടാ? കണ്ട ഡാൻസ് പഠിച്ചിട്ടുണ്ട്, കണ്ട മുഖത്ത് നോക്കി വരുന്നത്. ഇനിയിപ്പോ ഭാവങ്ങളാണ്, നവരസങ്ങളാണ് അമ്മയും മോളും കൂടി കാണിക്കാൻ പോകുന്നത് കേട്ടാ. പേരെന്താ അമ്മയുടെ? ധന്യ. സ്ഥലം? എടപ്പാള്. മോളുടെ മുഖത്ത് അത്ര ഭാവങ്ങളില്ല, അമ്മയുടെ മുഖത്താണ് ഭാവങ്ങൾ. എങ്ങനെയുണ്ട് അമ്മ? മോളുടെ പേരെന്താ? ആരാധ്യ. ആരാധ്യം പറയും പറയാതിനി വയ്യ, പറയാനും വയ്യ. പറഞ്ഞോ. അപ്പൊ ആ കുട്ടി പറയാൻ പോവാണ്. ആരാധ്യ ആ കുട്ടി പറയാൻ പോണ അമ്മേനെ കുറിച്ച്. അങ്ങനെ ഒന്നുമില്ല, അമ്മ നന്നായിട്ട് തന്നെ ഇതാവും, എന്നാ അധികം ചീത്ത പറയില്ല, എല്ലാത്തിനും സപ്പോർട്ട് വെക്കും. ഈ എല്ലാത്തിനും സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ അതെന്താണ് ഈ എല്ലാത്തിനും സപ്പോർട്ട്? ഒരാളുള്ള ഒരു മോളാണോ? മോൻ വന്നിട്ടുണ്ടോ? ചെറിയ ആളാ. ഓക്കെ. എന്തിനൊക്കെ അമ്മ സപ്പോർട്ട് ഒക്കെ പറയൂ? എന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ സ്കൂളിൽ വല്ല കലോത്സവം അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ അമ്മ പറയും, നീ ധൈര്യത്തിൽ ചേർന്ന് നിനക്ക് പറ്റുന്നത്ര ചെയ്തോളാൻ പറയും. നല്ലൊരു അമ്മയാണ്. കലോത്സവങ്ങൾക്കൊക്കെ പോകണം, അതിനൊക്കെ പോയി പറ്റുന്നതിലൊക്കെ ഇത് വാങ്ങണമെന്ന് പറയാം. അപ്പോൾ മാർക്ക് കുറഞ്ഞ എന്തെങ്കിലും ചീത്ത പറയോ? ഈ കലോത്സവത്തിന് പോകുമ്പോൾ സാധാരണഗതിയിൽ കുട്ടികൾക്ക് ആൻസർ വരുമ്പോൾ അല്ല ആൻസർ പേപ്പർ കിട്ടുമ്പോൾ മാർക്ക് കുറവായിരിക്കും. അപ്പോൾ വഴക്ക് പറയാറുണ്ട് അമ്മ? അങ്ങനെയൊന്നും പറയില്ല. എന്താ പറയാ? അത് അമ്മയ്ക്ക് എന്താ പറയാണ്ട്? ഞാൻ കലോത്സവത്തിൻ്റെ കാര്യങ്ങളിൽ അതിനൊന്നും ഞാൻ ചീത്ത പറയാറില്ല. പക്ഷേ പഠിത്തത്തിൻ്റെ ചീത്ത പറയാത്ത അമ്മയൊന്നുമല്ല ഞാൻ ചീത്ത പറയാറുണ്ട്. പക്ഷേ ഞാൻ ചീത്ത പറയുന്ന കാര്യങ്ങൾ പഠിക്കുന്ന സമയം ഫുൾ ടൈം പഠിക്കാൻ ഞാൻ പറയാറില്ല. പഠിക്കുന്ന സമയത്ത് പഠിക്കാതിരിക്കാൻ പറയും. അത് കഴിഞ്ഞിട്ട് നീ ബാക്കിയുള്ള ആക്ടിവിറ്റി എന്താ ചെയ്തോളാം പറയും. അതുപോലെ ഈ നോണ പറയാ, അപ്പുറത്തെ ആള് കുട്ടികളെ തല്ലുകൂടാ, അതിനൊന്നും കളിക്കാൻ പോണേന് പ്രശ്നം അതൊന്നുമില്ല. പക്ഷേ ഇവർക്കിപ്പോൾ ഒരു മോളിപ്പോൾ ഒരു 7ാം ക്ലാസ്സിലാണ്, ഒരു കൂടിപ്പോയി 2 മണിക്കൂർ പഠിക്കാനുള്ള പഠിത്തേ ഉള്ളൂ. അല്ലാതെ രാത്രി 10 മണി വരെ 11 മണി വരെ വർക്ക് ചെയ്യുക അതൊന്നും ഞാൻ പറയില്ല. നിങ്ങൾക്ക് ഒരു ദിവസത്തിൽ രാവിലെ തൊട്ട് വൈകിട്ട് വരെ നിനക്ക് എപ്പോഴാണോ പഠിക്കാൻ ടൈം കിട്ടുന്നത് ആ ടൈമിൽ നീ ഇരുന്ന് പഠിച്ചാൽ. ഇപ്പൊ ഈ സമ്മർ ക്യാമ്പിന് നിങ്ങൾ വരാനൊരു കാരണം ഉണ്ടാവുമല്ലോ,
എന്തുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ ഒരു സമ്മർ ക്യാമ്പ് നടക്കുന്നു എന്ന് പറയുമ്പോൾ ധന്യം മോളെയും കൊണ്ട് വരാൻ കാരണം? ഫ്രണ്ട് ഇതിലാ കോഡ് വർക്ക് ചെയ്യുന്നത്. ആ അപ്പൊ ഇതിനെ കുറിച്ച് വലിയ ഗ്രാഹ്യം ഉണ്ടായിട്ട് വന്നൊന്നുമല്ല. അതല്ല, അപ്പൊ മോള് പറഞ്ഞു അവൾക്ക് ഭയങ്കര കാര്യം മോളേനെ. അപ്പൊ ഇങ്ങനെ പറഞ്ഞു, ഗോപി ആന്റി ഞാനും ഉണ്ട് ക്യാമ്പിന്, ഞാനും ഉണ്ട്. ഈ വെക്കേഷൻ ആയിട്ട് മോളെ എവിടെയൊക്കെ കൊണ്ടുപോയി, അല്ലെങ്കിൽ വെക്കേഷൻ എങ്ങനെയൊക്കെ നിങ്ങൾ അടിച്ചു പൊളിച്ചു? വെക്കേഷൻ പിന്നെ മോളുടെ അച്ഛനാണ് ലീവ് കിട്ടണം പ്രശ്നമുണ്ട്. അപ്പൊ പിന്നെ ഞാനായിട്ട് പുറത്തേക്ക് പോവും, കളിക്കും, ഇരിക്കും. ഈ സാധാരണഗതിയിലെ കുട്ടികളുടെ കൂടെ ഒരു ക്വാളിറ്റി ടൈം ചെലവഴിക്കാൻ പാരൻസ് അധിക സമയം ചെലവഴിക്കാറില്ല. കാരണം അവരെല്ലാവരും ഓട്ടത്തിലായിരിക്കും, പുറത്തു പോയി വരും, അല്ലെങ്കിൽ ഇപ്പോൾ പ്രത്യേകിച്ച് ഇപ്പോൾ ലീവ് കിട്ടുന്നില്ല അച്ഛനെന്ന് പറഞ്ഞില്ലേ. അപ്പം അങ്ങനെ അച്ഛൻ ലീവ് കിട്ടാതാവുമ്പോൾ മക്കൾക്ക് ആ ഒരു പാരൻസിന്റെ ലീവ് കിട്ടിയില്ല എന്ന് പറഞ്ഞാലും വൈകിട്ട് വന്നു കഴിഞ്ഞാൽ ഇവര് ഇനിയിപ്പോൾ എത്ര ലേറ്റ് ആണെങ്കിലും ഇവര് പുറത്ത് പോകണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറത്ത് കൊണ്ടുപോകും. അത് വളരെ അത്യാവശ്യമുള്ള കാര്യമാണ്. കാരണം നമ്മൾ ഈ പാരൻസിനോടാണ് പറയാനുള്ളത്, കുട്ടികൾക്ക് വേണ്ടിയാണ് നമ്മൾ ഈ പൈസ മുഴുവൻ സമ്പാദിക്കണേ. എന്നിട്ട് ഈ കുട്ടികളുടെ കൂടെ തന്നെ സമയം ചെലവഴിച്ചില്ലെങ്കിൽ അത് എന്തൊരു മോശമായ. അതേപോലെ തന്നെ സൺഡേ ഇവർക്ക് ഫുള്ള്, അതായത് ഞാനാവില്ല, ഇവര് അച്ഛനും മക്കളും രണ്ടുപേരും ഫുൾ പുറത്താ. അച്ഛനും മക്കളും ഫുള്ള് പുറത്താണ്. അപ്പൊ അടിപൊളി. അപ്പൊ ധന്യക്കും മോൾക്കും ഒരു നല്ലൊരു കയ്യടി കൊടുക്കാം. ഓക്കെ, ഇനി നമുക്കൊരു കുട്ടി കഥയിലേക്ക് പോയാലോ? കഥ ഇഷ്ടമില്ലാത്ത ആരുമില്ല, ഇല്ലല്ലോ? കഥകളെല്ലാവർക്കും ഇഷ്ടല്ലേ? കഥകളെല്ലാവർക്കും ഇഷ്ടല്ലേ? അപ്പൊ നമുക്കൊരു കഥയിലേക്ക് പോവാം. എനിക്ക് ഈ ക്ലാസ് എടുക്കണതിൻ്റെ ഇടയിൽ ഇങ്ങനെ വർത്താനം പറയണത് സങ്കടമാണ് കേട്ടോ. ഇത് ക്ലാസ് അല്ല അല്ലേ? അയ്യോ, ഇതെന്തായിരുന്നു? ആ, കളിയിൽ അല്പം കാര്യം. ഓക്കെ, അന്നൊരു കുട്ടി കഥയിലേക്ക് പോവാം. കുഞ്ഞു കഥയാണേ. ഒരുത്തിലൊരുത്തിലേ, അങ്ങനെയല്ല നമ്മളെപ്പോഴും കഥ പറയാം. ഒരുത്തിലൊരുത്തിലെന്ന് വേണ്ടല്ല കഥ പറയാം. എത്ര പ്രായമായാലും എത്ര വയസ്സായ ആളുകൾക്കും ഒരുത്തിലൊരുത്തിലെന്ന് പറഞ്ഞിട്ട് കഥ കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ് അല്ലേ? ഒരുത്തിലൊരുത്തിൽ ഒരു വീട്ടിൽ ഒരു ഗൗരവക്കാരനായ ഒരച്ഛനും ഒരു മകനും താമസിച്ചിരുന്നു. അമ്മയില്ല അവർക്ക് കേട്ടോ. ഈ അച്ഛൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര തിരക്ക് പിടിച്ച ജോലിയിൽ ഓടി നടക്കുന്ന ഒരു അച്ഛനാണ്. കുട്ടീനെ നോക്കാൻ നേരമില്ല, കുട്ടിയോട് മിണ്ടാൻ നേരമില്ല, കുട്ടിയോട് ചിരിക്കാൻ നേരമില്ല. കാലത്തുറങ്ങിയിരിക്കുന്നു, ജോലിക്ക് പോകുന്നു, അങ്ങനെ ഓടി നടന്ന് പണിയെടുക്കുന്ന ഒരു അച്ഛൻ. നല്ല കാശുകാരനാട്ടാ, നല്ല കാശുള്ള വീട്ടിലത്തെ അച്ഛനാണ്. അങ്ങനെ വീടൊക്കെ പുതിയതായിട്ട് പെയിന്റ് അടിച്ചപ്പോൾ ഈ ചെറിയ മോൻ അത്യാവശ്യം പടമൊക്കെ വരയ്ക്കുന്ന കുട്ടിയാണ്. അത്യാവശ്യം നല്ല പോലെ ഇവിടെ പടം വരയ്ക്കുന്ന കുട്ടികളൊക്കെ ഉണ്ടോ? വാ, സൂപ്പർ. എത്ര ചുമര് നമ്മൾ നശിപ്പിച്ചിട്ടുണ്ട്. ക്രയോൺസ് കൊണ്ട് നമ്മൾ എവിടെയൊക്കെ കോറിടാറുണ്ട്. ചുമരൊക്കെ കാക്കറ കൂക്കറ പോയടാ അവിടുന്ന്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ഈ കുട്ടി ചെറിയ കുട്ടിയാ, ഒരു 5 വയസ്സ് 6 വയസ്സ് പ്രായമുള്ള കുട്ടിയാ. ഈ കുട്ടി ചുമരുമ മുഴുവനും പുതിയതായിട്ട് പെയിന്റ് അടിച്ച് ചുമരുമ മുഴുവൻ ആ കുട്ടി വരച്ചിട്ടു. 6 വയസ്സായ കുട്ടിക്ക് ഇത്രയല്ലേ അറിയുള്ളൂ. കുട്ടികൾ സ്വാഭാവികമായിട്ട് ചുമരുമ വരയ്ക്കില്ലേ. അന്ന് അച്ഛൻ തിരിച്ച് ഓഫീസിൽ നിന്ന് വന്നപ്പോൾ നോക്കുമ്പോൾ ഭംഗിയായി പെയിന്റ് അടിച്ച ചുമര് മൊത്തം കാക്കറ കൂക്കറയാക്കിയിട്ടിരിക്കുന്നു. തൃശ്ശൂരൊക്കെ കാക്കറ കൂക്കറാന്ന് പറയാം. നിങ്ങളുടെ നാട്ടിലെന്നിട്ട് പറയാ? കാക്കത്തൂറിട്ട പോലെ എന്ന് പറയും. കാക്കത്തൂറിട്ടത് കാണാൻ ഭയങ്കര ഭംഗിയാ. കാക്കറ കൂക്കറാന്ന് വെച്ചിട്ടാണ് കാക്കത്തൂരിടും. അങ്ങനെ ഇയാൾ വരുമ്പോൾ അവിടെ മുഴുവനും ചുമര് ആകെ അലമ്പാക്കി വെച്ചവർക്ക് ആക്കടാവ്. അപ്പൻ എന്ത് ചെയ്തു? എന്ത് എന്ത് ഓ, നിന്റെ വീട്ടിൽ ചാട്ടവാറിൽ കുറഞ്ഞ സാധനമില്ല, നിന്നൊക്കെ ചാട്ടവാറുകൊണ്ടല്ല അടിക്കേണ്ടത്. അപ്പൻ എന്ത് ചെയ്തു? സ്വാഭാവികമായും ആ കുട്ടീനെ വന്ന് തലങ്ങും വിലങ്ങും തല്ലി. കാരണം അത്ര ഭംഗിയായിട്ടാണ് ആ വീട് പെയിന്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ 6 വയസ്സുള്ള കുട്ടിക്ക് അറിയില്ലല്ലോ വീട് പെയിന്റ് ചെയ്തതിൻ്റെ കാര്യവും അതിൻ്റെ ഒരു ക്വാളിറ്റിയും അതിനു വേണ്ടി ചെലവഴിച്ചൊന്നും ആ കുട്ടിക്ക് അറിയില്ല. സ്വാഭാവികമായ ആ കുട്ടിക്ക് ഓറിട്ടതിന് അച്ഛൻ മുളയിലെ നുള്ളി ആ കുട്ടിയെ തല്ലി, ഭയങ്കരമായി തല്ലി. അത് ആ കുട്ടിയുടെ ഉള്ളിൽ വല്ലാത്തൊരു മുറിവുണ്ടാക്കി. പടം വരയ്ക്കുന്ന കുട്ടികൾക്കൊക്കെ നമ്മൾ വരയ്ക്കുന്ന പടങ്ങൾ അത്രയേറെ പ്രിയപ്പെട്ടതാണല്ലേ. എത്രയൊക്കെ കടലാസ് പേനയും കൊടുത്താലും ചുമരുമ്പം വരയ്ക്കുമ്പോൾ കിട്ടുന്ന ഒരു സുഖം വേറെ എവിടെ വരച്ചാലും കിട്ടില്ല. കറക്റ്റ് അല്ലേ? നമ്മൾ ഈ പോണ വഴിക്ക് മതിലുമിലൊക്കെ ആൾക്കാർ പടം വരച്ച് വെച്ചത് കാണാറില്ലേ? അത്രയും ക്രിയേറ്റീവായ ആളുകളാണ് മതിലിലൊക്കെ പടം വരയ്ക്കാം. അങ്ങനെ വർഷങ്ങൾ ഒരുപാട് കഴിഞ്ഞു പോയി. ഈ കുട്ടിക്ക് പ്രായമായി വന്നു. കുട്ടിക്ക് മാത്രമായിട്ട് പ്രായമാവോ? അച്ഛനും പ്രായമാവില്ലേ? അങ്ങനെ അച്ഛൻ ഭയങ്കര വയസ്സായി, നടക്കാൻ പറ്റാത്തൊരവസ്ഥയൊക്കെ ആയി. കുട്ടി പഠിച്ച് വലുതായി, നല്ല ജോലിയൊക്കെ ആയി. ആ കുട്ടി സ്വന്തമായിട്ട് വേറെ വീടൊക്കെ പണിതു. അച്ഛന് വേണ്ടി അവിടെ ഒരു മുറിയുണ്ട്. ആ പയ്യൻ അച്ഛന് വേണ്ടി ഒരു മുറി കൊടുത്തിട്ടുണ്ട്. അച്ഛൻ ഇങ്ങനെ ഒറ്റടി വെച്ച് നടക്കുക. വയ്യാണ്ടായി കഴിഞ്ഞാൽ പിന്നെ മുട്ടിനൊക്കെ വേദന വരും. കുമ്പിട്ട് ഇങ്ങനെ പിടിച്ച് നടക്കുക. വാക്കിംഗ് സ്റ്റിക്കൊന്നും ആ അച്ഛൻ ഉപയോഗിക്കില്ല. ഇങ്ങനെ ചുമരിൽ ഇങ്ങനെ പിടിച്ച് നടക്കുക. അപ്പം സ്വാഭാവികമായിട്ടും
ചുമരിൽ പിടിച്ച് നടക്കുമ്പോൾ എന്തുണ്ടാവും? ആ, കറ വീഴും. കറ നല്ലതാണ് അല്ലേ? ചുമരിൽ മുഴുവനും പാടുകൾ വരാണ്, കറകൾ വരികയാണ്. എല്ലാ കൈയിൻ്റെ പാടുകൾ ഇങ്ങനെ വരികയാണ്. അങ്ങനെ ആ വീട്ടിൽ കുറേ ജോലിക്കാരുണ്ട്, എല്ലാം ഉണ്ട്. ഒരു ദിവസം ഈ പയ്യൻ, മകൻ, ആ മുറിയിലേക്ക് കടന്നു വന്ന് നോക്കുമ്പോൾ, ചുമരിൽ നോക്കുമ്പോൾ ആകെ പാടുകളായി. ഈ കൈയിൻ്റെ പാടുകൾ ഇങ്ങനെ നിറയെ കാണുക. അച്ഛനാകെ പേടിയായി. കാരണം കൊച്ചുകുട്ടിയായിരുന്നപ്പോൾ ഈ മകനെ ചുമരിൽ വരച്ചു എന്നുള്ളതിൻ്റെ പേരിൽ തലങ്ങും വിലങ്ങും തള്ളിയിട്ടുള്ള അപ്പനാണത്. ആ അപ്പന് ആകെ വിഷമായി, ആകെ പേടിച്ചിങ്ങനെ നിൽക്കുക. ഇനിയിപ്പോൾ മോൻ എന്തെങ്കിലും പറഞ്ഞാൽ ഇറങ്ങിപ്പോവാൻ പോലും ഒരിടമില്ല. ആ കുട്ടിയല്ല ഈ പയ്യൻ അപ്പം അച്ഛനോട് പറഞ്ഞു, അച്ഛാ കുറച്ച് സമയത്തേക്ക് അച്ഛൻ ആ വീട്ടിൽ വേറെ മുറിയുണ്ട്, ആ മുറിയിലേക്ക് ഒന്ന് മാറിക്കിടന്നോളൂ എന്ന് പറഞ്ഞിട്ട് ഈ പയ്യൻ പതുക്കെ അച്ഛനെ പിടിച്ചിട്ട് തോളിൽ ഇങ്ങനെ താങ്ങി പിടിച്ചിട്ട് അച്ഛനെയും കൊണ്ട് മറ്റൊരു മുറിയിലേക്ക് കൊണ്ടാക്കുകയാണ്. അപ്പം എന്താ സംഭവം എന്ന് വെച്ചാൽ, അച്ഛൻ താമസിച്ചിരുന്ന അല്ലെങ്കിൽ ഉറങ്ങിയിരുന്ന മുറിയിൽ ആകെ ചെളിയായില്ലോ. അത് പെയിൻ്റ് അടിക്കാൻ ആൾക്കാരെ ഏൽപ്പിച്ചിരിക്കുകയാണ് ഈ പയ്യൻ. അച്ഛൻ മറ്റേ മുറിയിൽ ഇരുന്ന് ഇങ്ങനെ കരയുക. എന്നാലും ചെറുപ്പത്തിൽ ഇവനെ ഞാൻ തല്ലിയല്ലോ, ഇത്രയും മുതിർന്നപ്പോൾ എനിക്കും ഇതുപോലെ നടക്കാൻ പറ്റാത്ത സമയം വന്നപ്പോൾ ഞാനിങ്ങനെ ചുമരിൽ പാടുകളാക്കിയപ്പോൾ ഇവൻ എന്നെ ഒരിക്കൽ പോലും വഴക്ക് പറഞ്ഞില്ലല്ലോ എന്ന് ആലോചിച്ചിട്ട് അച്ഛൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകുകയാണ്. പെയിൻ്റ് അടിയൊക്കെ കഴിഞ്ഞ് ഈ മകൻ തിരിച്ച് അച്ഛനോട് പറഞ്ഞു, അച്ഛാ നമുക്ക് ഇത്രയും ദിവസം അച്ഛൻ കിടന്നിരുന്ന ആ മുറിയിലേക്ക് തന്നെ പോകാമെന്ന് പറഞ്ഞ് മകൻ ഈ അച്ഛനെയും കൂട്ടിയിട്ട് ആ മുറിയിലേക്ക് പോവാണ്. അപ്പോൾ അവിടെ കണ്ട കാഴ്ച എന്താണെന്നറിയാമോ? അച്ഛൻ ആ ചുമരിൽ വരുത്തിയ പാടുകളുണ്ടല്ലോ, അതിൻ്റെ ചുറ്റും അവൻ 4 സൈഡിൽ ഒരു ഫ്രെയിം കൊടുത്തിരിക്കുക. ആ ഭാഗം തൊടാതെ ബാക്കിയുള്ള ഭാഗം മുഴുവൻ പെയിൻ്റ് അടിച്ചിരിക്കുക. അച്ഛൻ്റെ കൈപ്പാടുകൾ അവൻ അവിടെ എന്താക്കി മാറ്റി? ഫ്രെയിമാക്കി മാറ്റി, ചില്ലിട്ടു. എനിക്ക് പറയുമ്പോൾ ഇങ്ങനെ പൊട്ടിത്തെറിക്കണം. അച്ഛൻ്റെ ഹൃദയം എത്രമാത്രം നുറുങ്ങിക്കാണും അല്ലേ? നമ്മൾ ഈ കൊച്ചുകുട്ടികളെ ഈ ചെറുപ്രായത്തിൽ ചേർത്ത് പിടിക്കേണ്ട സമയത്ത് ഇന്ന് ചേർത്ത് പിടിച്ചില്ലെങ്കിൽ നാളെ പാരൻസിൻ്റെ സ്ഥാനം വൃദ്ധമന്ദിരത്തിലാണ്. എനിക്കൊരു കാര്യത്തിൽ ഉറപ്പുണ്ട്, എൻ്റെ കിടാവ് എന്നെ എന്തായാലും വൃദ്ധമന്ദിരത്തിലും ഉണ്ടാക്കില്ല. ആ കുടി നോക്കട്ടെ എന്ന്. എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് അവളാട്ടാ, ബെസ്റ്റ് ഫ്രണ്ടാ. എനിക്ക് എന്ത് വിഷമമുണ്ടെങ്കിലും ഞാൻ അവളോടാ പറയാ. ഒരു കുഞ്ഞേ പാട്ടിലേക്ക് പോയാലോ? ടീച്ചർ ഒന്ന് പാടിക്കോട്ടെ? അല്ല ഒരു മിനിറ്റ്, എൻ്റെ പേരെന്തുട്ടാ? നിഷ ടീച്ചർ. നിഷ ടീച്ചർ ഒരു പാട്ട് പാടട്ടെ? ആദ്യം ടീച്ചർ പാടും, അത് കഴിഞ്ഞിട്ട് കുട്ടികളെല്ലാവരും ചേർന്ന് പാടും. ആദ്യം ടീച്ചർ പാടും, ഇത് പാട്ടാണെന്ന് മനസ്സിലാക്കിയിട്ട് കേൾക്കണേ. ഓക്കെ? കുഞ്ഞിക്കവിൾ മേഘമേ തുള്ളിത്തുളുമ്പാതെ നീ പഞ്ഞിച്ചൂരുൾ മാനസം നുള്ളിക്കെടുത്താതെ നീ വെറുമൊരു തൂവൽ കൊണ്ടു മുറിയും ചെറുമുന നോക്കു കൊണ്ടു വിളറും ഒരു നേർത്ത പൈതലിൻ്റെ മുഖമേ വിങ്ങിപ്പിടയാതെ വെറുതെ വെറുതെ ഈ നൊമ്പരമിതോ വെറുതെ. ഇങ്ങനെ ചേർത്ത് പിടിക്കാൻ നമ്മളോളം പ്രായമായ മക്കളെ ഇങ്ങനെ ചേർത്ത് പിടിക്കാൻ കഴിയുമ്പോഴാണ് പാരൻസായി മാറണേ. കാരണം എനിക്ക് കിട്ടിയിട്ടില്ല. പാരൻസ് ഭയങ്കര സ്ട്രിക്റ്റായ പാരൻസ് ആയിരുന്നു. എന്നെ എവിടേക്കും വിടില്ല, പുറത്തേക്ക് വിടില്ല, കളിക്കാൻ വിടില്ല, ഒരു കലോത്സവ വേദിയിൽ പങ്കെടുപ്പിക്കില്ല, ഒരു സ്റ്റേജിൽ പോലും ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ കയറിയിട്ടില്ല, ഒരു സ്റ്റേജിൽ പോലും. എനിക്ക് ഇന്ന് അമൃത ടിവിയുടെ ഇങ്ങനെ ഒരു വേദിയിൽ വന്ന് നിൽക്കാൻ പറ്റുന്നു എന്ന് പറയുന്നത് ഒരു പക്ഷെ അന്ന് ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലഘട്ടത്തിൽ എല്ലാ പ്രോഗ്രാംസിലും പങ്കെടുത്തിരുന്നെങ്കിൽ
ചിലപ്പോൾ ഞാൻ എവിടെ എത്തില്ലായിരുന്നു, അല്ലേ? നമുക്ക് അന്ന് ഒന്നിലും പങ്കെടുക്കാൻ പറ്റാതെ കലോത്സവങ്ങളൊക്കെ നടക്കുമ്പോൾ സ്റ്റേജിൻ്റെ മുൻനിരയിലിരുന്ന് ഞാൻ ആലോചിക്കാറുണ്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടം ക്യാമറ ചേട്ടന്മാരെയാണ്. കാരണം എനിക്ക് വീഡിയോയിൽ വരാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാൻ ഈ കല്യാണ വീടുകളിലൊക്കെ പോകുമ്പോഴേ ക്യാമറ ചേട്ടന്മാരുടെ അടുത്ത സൈഡിലൊക്കെ പോയി നിൽക്കും. അങ്ങനെയെങ്കിലും നമ്മളൊന്ന് സ്ക്രീനിൽ വരുമല്ലോ. ഇപ്പം എത്ര സ്ക്രീനുകളിലാണ് അവരെന്നെ കാണിച്ചുകൊണ്ടിരിക്കണതെന്ന് അറിയോ? എത്ര സ്ക്രീനുകളിലാണ് എന്നെ കാണിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് അറിയോ? എൻ്റെ മോട്ടിവേഷൻ എൻ്റെ ഉള്ളിൽ തന്നെയായിരുന്നു. നമ്മളുടെ വീട്ടിൽ നിന്ന് കിട്ടാത്ത സംഭവങ്ങൾ കിട്ടാനായി ഞാൻ അഹോരാത്രം ഇരുന്ന് പഠിച്ചു. യൂണിവേഴ്സിറ്റിയിൽ റാങ്ക് വാങ്ങി, ഒരുപാട് മാർക്ക് വാങ്ങി. എന്നിട്ട് ഞാൻ ടീച്ചറായി മാറി അവിടെ എത്തിയപ്പോൾ ഞാൻ ഉദ്ദേശിച്ച രീതിയിലുള്ള പഠിപ്പിക്കലിന് പറ്റിയ സ്ഥലമല്ല കേരളം എന്നെനിക്ക് മനസ്സിലായി. കാരണം ഇതുപോലെ ഞാൻ ക്ലാസ്സുകളിൽ പോയി പഠിപ്പിച്ചാൽ പിന്നത്തെ ദിവസം എൻ്റെ ജോലി പോവും. കാരണം നമ്മുടെ ഇന്നത്തെ എഡ്യൂക്കേഷണൽ സിസ്റ്റത്തിൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഇനിയെങ്കിലും ഒരു മാറ്റം വരട്ടെ, അമൃത ടി വിയിലൂടെയെങ്കിലും ഒരു മാറ്റം വരട്ടെ. നമ്മുടെ ഇന്നത്തെ എഡ്യൂക്കേഷണൽ സിസ്റ്റം ശരിയല്ല. വെറുതെ കുട്ടികൾ കാണാപ്പാഠം പഠിച്ചെഴുതുന്ന പരീക്ഷാ പേപ്പറിലുള്ള മാർക്ക് വെച്ചിട്ടല്ല നമ്മൾ കുട്ടികളെ അളക്കേണ്ടത്. അവർക്ക് എത്രയോ കഴിവുകളുണ്ട്. നമ്മുടെ കുഞ്ഞു മക്കളുടെ ഉള്ളിൽ ഒരു പാട്ടുകാരനുണ്ട്, കലാകാരനുണ്ട്, മോണോ ആക്ട്, മിമിക്രിയും പറയാൻ പറ്റുന്ന ആളുകളുണ്ട്. ഇതൊക്കെ പോട്ടെ, ഓട്ട മത്സരം, ചാട്ടം, ഇതിനൊക്കെ കഴിവുള്ള ഒരുപാട് ആളുകളുണ്ട്. അതൊന്നും വളർത്താണ്ട് ആകെ കുറച്ച് മാർക്ക് എന്തിന് കൊള്ളാം? അത് ഓൾറൗണ്ട് ഡെവലപ്മെൻ്റ് ആണ് വേണ്ടത്. ഒരു കുട്ടി പഠിച്ച് നല്ല മാർക്ക് വാങ്ങി ഫസ്റ്റ് റാങ്ക് വാങ്ങി വരുന്ന ഒരു കുട്ടിക്ക് ഒരു ഇൻ്റർവ്യൂ ബോർഡിൻ്റെ മുന്നിൽ പോയി നിന്നാൽ ഒന്നും പറയാൻ കിട്ടുന്നില്ല. കുട്ടികൾക്ക് കമ്മ്യൂണിക്കേഷൻ സ്കില്ലില്ല. ഒരു ബാങ്കിൽ പോയാൽ ഒരു ചലാൻ ഫില്ല് ചെയ്യാൻ അറിയില്ല. ഒരു വീട്ടിൽ ഗ്യാസ് സിലിണ്ടർ കഴിഞ്ഞ് ഒരു ഗ്യാസ് മാറ്റി വയ്ക്കാൻ അറിയില്ല. ബൾബ് മാറ്റിയിടാൻ അറിയില്ല. ഒരു ഫോം ഫില്ല് ചെയ്യാൻ അറിയില്ല. ഒരു തേങ്ങ അറിയില്ല. കുറച്ച് മാർക്കുണ്ട്. അങ്ങനെയല്ല നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം പോകേണ്ടത്. വളരെ ബ്രോഡറായ രീതിയിൽ, വളരെ ഡിവൈനായ രീതിയിൽ, വളരെ ഹോളിസ്റ്റിക്കായ രീതിയിലുള്ള ഡെവലപ്മെൻ്റ് ആണ് ഇനിയെങ്കിലും നമ്മുടെ നാട്ടിൽ വേണ്ടത്. എന്നാൽ മാത്രമേ എന്നെ പോലെയുള്ള ടീച്ചർമാർക്ക് ജോലി ഉണ്ടാവുള്ളൂ. അതല്ലെങ്കിൽ ഉണ്ടാവും. സാധാരണ PSC എഴുതി പാസ്സായ കുറേ ടീച്ചർമാർ വന്ന് പഠിപ്പിക്കും. അവർ സ്ഥിരം ടെക്സ്റ്റ് ബുക്കിലുള്ള കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരും. ഇപ്പം ഞാൻ ചെറിയൊരു ഉദാഹരണം പറയാം. നമ്മുടെ ഇവിടെ പെട്ടെന്നൊരു കുട്ടി ഇരിക്കുന്ന നേരത്ത് തൊണ്ടയിൽ എന്തെങ്കിലും കുടുങ്ങിയെന്ന് വിചാരിക്കുക. ആ കുട്ടിയുടെ തൊണ്ടയിൽ നിന്ന് അതെങ്ങനെ പുറത്ത് കളയണം എന്ന് പോലും നമുക്കറിയില്ലല്ലോ. അറിയോ? തൊണ്ടയിൽ കുടുങ്ങിയ സാധനം പുറത്തേക്ക് കളയണമെങ്കിൽ ആ കുട്ടിയെ കമത്തിക്കെടുത്തിയിട്ട് പുറത്ത് ഇങ്ങനെ ടാപ്പ് ചെയ്യണം. അത് നമുക്ക് പലർക്കും അറിയില്ല. നമ്മൾ അത്തരം സാഹചര്യങ്ങളിൽ ആകെ നെർവസ് ആവും. ലൈഫ് സ്കിൽസാണ് നമ്മുടെ കുട്ടികൾക്ക് അറിയാതെ പോകുന്നത്. പണ്ട് കാലഘട്ടത്തിൽ ക്ലാസ്സുകളിൽ പഠിക്കാൻ പിന്നോക്കമുള്ള കുട്ടികൾ നാടിന് ഗുണമുള്ളവരാവും. പണ്ട് പ്രളയം വന്ന സമയത്ത് പ്രശ്നങ്ങൾ വന്നപ്പോൾ ആളുകളെ കൊട്ടയിലും കൊട്ടവഞ്ചിയിലും ഓരോന്നിലും കൊണ്ടുപോകാൻ ആരാ വന്നേ? ആര്? മത്സ്യബന്ധനക്കാര്. നല്ലൊരു കയ്യടി. ആ മത്സ്യബന്ധനക്കാർ അവിടെ ഇല്ലായിരുന്നെങ്കിൽ നമുക്ക് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. മാളിക മുകളേറിയ മന്നന്റെ തോളിൽ മാറാപ്പ് കയറ്റുന്നതും ഭവാൻ എന്ന് പറഞ്ഞാൽ എന്താ? നമുക്കിങ്ങനെ ബിൽഡിങ്ങിൻ്റെ മുകളിൽ ഇങ്ങനെ നിൽക്കാം. ആ ബിൽഡിങ്ങിൻ്റെ മുകളിൽ തന്നെ ഇരിക്കാന്നല്ലാണ്ട് അപ്പുറത്തേക്ക് എത്താൻ ഒരു പക്ഷെ പറ്റില്ലായിരുന്നു, അല്ലേ? ഒരു കുഞ്ഞു കഥയിലേക്കും കൂടി പോയാലോ? ഒരു കുട്ടി കഥ ബോറടിക്കുണ്ടോ? ഇല്ല. ഒരു കുഞ്ഞു കഥയും കൂടി ടീച്ചർ പറയേ. ഒരു വീട്ടിൽ ഒരു മുത്തശ്ശി താമസിച്ചിരുന്നു. മുത്തശ്ശിയുടെ നെയ്യപ്പത്തിൻ്റെ കഥയൊക്കെ എല്ലാവരും കേൾക്കാറുള്ളതല്ലേ? അല്ലേ? മുത്തശ്ശിയുടെ നെയ്യപ്പത്തിൻ്റെ കഥയൊക്കെ എല്ലാവരും കേൾക്കാറുള്ളതല്ലേ? ഇത് അങ്ങനത്തെ മുത്തശ്ശിയല്ല. ഇതൊരു പെരട്ടക്കിളവി എന്ന് പറയുന്നത് പൊളിറ്റിക്കലി ഇൻകറക്റ്റ് അല്ല. എന്തുകൊണ്ടാണെന്ന് അറിയാമോ? പ്രായമല്ല ഒരാളുടെ വാല്യൂ നിശ്ചയിക്കുന്നത്. നമ്മുടെ വീടുകളിൽ തന്നെ ചില വയസ്സായ അമ്മാമ്മമാര്, അപ്പാപ്പന്മാര്, ഒന്നിനും പറ്റാത്ത സ്വഭാവമുള്ള ചില ആളുകളുണ്ട്. അവരെ ബഹുമാനിക്കാൻ എനിക്കിത്തിരി മടിയാണ്. അതേസമയം നമ്മുടെ തൊട്ട് മുന്നിലിരിക്കുന്ന 5 വയസ്സുകാരനോ 6 വയസ്സുകാരനാണെങ്കിലും അവൻ്റെ സ്വഭാവം നല്ലതാണെങ്കിൽ അവനെ ഞാൻ എഴുന്നേറ്റ് നിന്ന് വണങ്ങും. പ്രായമല്ല ഒരാളെ ബഹുമാനിക്കേണ്ട ഘടകം. പലർക്കും ദഹിക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരിക്കും, പക്ഷെ ഞാൻ പറയും. അപ്പോൾ പറഞ്ഞു വന്നത്, ഈ കിളവി, ഈ മുത്തശ്ശിയായ ഈ കിളവി ആ വീട്ടിൽ ഒറ്റയ്ക്ക് താമസിക്കുകയായിരുന്നു.
അപ്പൊ ഈ മുത്തശ്ശിക്ക് ഒരു പ്രത്യേകത ഉണ്ട്. വീടിന്റെ ഉമ്മറത്ത് എപ്പോഴും വൃത്തിയായി കിടക്കണം, വീടിന്റെ അപ്പുറമൊക്കെ വൃത്തിയായി കിടക്കണം. ആ വീട്ടിലെ മുത്തശ്ശി മാത്രം ഒറ്റയ്ക്ക് താമസിക്കാം. എന്തുകൊണ്ടായിരിക്കും? സ്വഭാവ ഗുണം കൊണ്ട് എല്ലാവരും ഇട്ടിട്ട് പോയതാവാനേ വഴിയുള്ളൂ. അങ്ങനെ ഈ മുത്തശ്ശി ഒറ്റയ്ക്ക് താമസിക്കാം വീട്ടിൽ കേട്ടാ. അപ്പൊ എന്താണ്, വീടിന്റെ മുറ്റും ഉമ്മറൊക്കെ എന്നും അടിച്ചു വാരി വൃത്തിയാക്കി ഇട്ട് കഴിഞ്ഞ് നോക്കുമ്പോൾ നല്ല ഭംഗിയുള്ള പൂമ്പാറ്റകളെ കാണും, നല്ല ഭംഗിയുള്ള കുരുവികളെ കാണും. കുരുവിയുടെ സൗണ്ട് എങ്ങനെയാ? നീ മോണാക്ട് ഒന്ന് കുരുവിയുടെ സൗണ്ട് ഉണ്ടാക്കി എല്ലാവരും കൂടി കേട്ടെ. ഇത് കുരുവിയുടെ സൗണ്ട് അല്ല, ഇത് കല്ലേറ് കൊള്ളുമ്പോ പട്ടി കരയണതാണ്. ശരി, എന്നാ കാക്കയുടെ സൗണ്ട് നോക്കട്ടെ. തൊരപ്പന്റെ സൗണ്ട് നോക്കട്ടെ. എലിയുടെ സൗണ്ട്. നിന്റെ വീട്ടിലെ എലി ഇങ്ങനെ കരയാ? കൊള്ളാല. പൂച്ചയുടെ സൗണ്ട് നോക്കട്ടെ. പശുവാ? ആട്? അല്ല, എനിക്കിത് വേണം. അങ്ങനെ നമ്മൾ എവിടെയാണ് നിൽക്കുന്നത് കുട്ടികളെ? കൂട്ടുകാരെ, നമ്മൾ എവിടെയാണ് എത്തി നിൽക്കുന്നത്? അങ്ങനെ ഈ മുത്തശ്ശിയുടെ വീടിന്റെ ഉമ്മറത്ത് ഭംഗിയുള്ള കുറേ ചിത്രശലഭങ്ങള്, കുരുവികള്, ബാക്കി അങ്ങനെ കുറേ നല്ല പക്ഷികൾ ഒക്കെ വന്നിരിക്കും. മുത്തശ്ശി അതിനൊക്കെ ഭക്ഷണം കൊടുക്കും, അതിനെല്ലാം നോക്കും. പക്ഷെ മുത്തശ്ശിക്ക് അവിടുത്തെ കാക്കേനെ തീരെ ഇഷ്ടമില്ല. കാക്കേനെ കാണാനൊരു ഭംഗിയില്ല, മുത്തശ്ശിക്ക് തീരെ അതിനൊരു താല്പര്യമില്ല. മുത്തശ്ശി നോക്കുമ്പോൾ മുത്തശ്ശിയുടെ അത്ര ഭംഗിയില്ലാത്തൊരു സാധനം. മുത്തശ്ശിക്ക് കാക്കേനെ ഇഷ്ടമില്ല. അത് വന്നു കഴിഞ്ഞാൽ ഒന്ന് പോകാക്കേ, നിനക്ക് അപ്പിടാനുള്ള സ്ഥലമല്ല എൻ്റെ വീടിൻ്റെ മറം എന്ന് പറഞ്ഞ് മുത്തശ്ശി എല്ലാ കാക്കകളെയും ആട്ടി ഓടിപ്പിക്കുമായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം മുത്തശ്ശിക്ക് ആകെ വയ്യാണ്ടായി, കിടപ്പിലായി. മുത്തശ്ശി കിടപ്പിലായപ്പോൾ എന്തുണ്ടായി? മുത്തശ്ശിക്ക് വീടിന്റെ പുറത്തൊന്നും വൃത്തിയാക്കാൻ പറ്റാത്തൊരു സാഹചര്യം വന്നു. അങ്ങനെ ഒരു ദിവസം മുത്തശ്ശി ഈ ജനാലയിലൂടെ നോക്കുമ്പോൾ കാണുന്നത് കാക്കകളെല്ലാം കൂട്ടത്തോടെ വന്ന് വീടിന്റെ പരിസരമൊക്കെ വൃത്തിയാക്കും. കാക്കകളുടെ പ്രത്യേകത എന്താ? വീടും പരിസരം വൃത്തിയാക്കും അല്ലേ? മാലിന്യ നിർമ്മാർജ്ജനം ചെയ്യുന്ന ഒരു പക്ഷിയാണ് കാക്ക. അപ്പൊ ആ കാക്ക എന്ത് ചെയ്തു? അവിടെ മുഴുവൻ വൃത്തിയാക്കി. അപ്പൊ ഇത് കണ്ടപ്പോ ഈ ജനലേക്കൂടെ നോക്കിയപ്പോൾ മുത്തശ്ശിക്ക് മനസ്സിലായി, ഓ, ഈ കാക്കകളെയാണോ ഈശ്വര ഇത്രയും കാലം ഞാൻ ഓടിപ്പിച്ചത് എന്ന് മുത്തശ്ശിക്ക് തോന്നി. ഈ കഥയിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? ഓ, വലിയ ഇംഗ്ലീഷുകാരനാ. എത്ര മാർക്ക്? ദേവുന് ഈ കഥ കേട്ടപ്പോ എന്ത് മനസ്സിലായി? അനാവശ്യമായിട്ട് നമ്മൾ ഒരാളെ വെറുതെ ജഡ്ജ് ചെയ്യരുത്. അനാവശ്യമായിട്ട് നമ്മൾ ഒരാളെ ജഡ്ജ് ചെയ്യരുത്. ഓക്കെ, പാട്ടെങ്ങാനും പാടാൻ ആഗ്രഹം ഉണ്ടോ? ഒരാഗ്രഹമില്ല, ചെന്നിരുന്നോളൂ. അനാവശ്യമായിട്ട് നമ്മൾ ആരും ജഡ്ജ് ചെയ്യരുത്. എല്ലാവർക്കും അവരവരുടേതായിട്ടുള്ള ക്വാളിറ്റീസ് ഉണ്ട് അല്ലെ? ഇവിടെ നല്ല പോലെ ഡാൻസ് കളിക്കാൻ അറിയുന്ന ആരെങ്കിലും ഉണ്ടാവും. ഒന്ന് നവരസങ്ങൾ കാണിക്കാനായിട്ട് ആരെങ്കിലും ഒന്ന് സ്റ്റേജിലേക്ക് വരണം. നവരസം മറ്റേ ബീഭത്സം, കരുണം, ശാന്തം. പോരും മോള് പോരും. അപ്പൊ ഈ കുട്ടി ഡാൻസ് പഠിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ കുട്ടിക്ക് എല്ലാ രസങ്ങളും അറിയാമെന്നാണ് പറയുന്നത്. രസം എങ്ങനെയാ ഉണ്ടാക്കുക? തക്കാളി, കുരുമുളക് അവിടെ പറയൂ. രസം എങ്ങനെയാ ഉണ്ടാക്കാന്ന് പറയൂ. ആദ്യം അടുപ്പ് കത്തിക്കുക. അത് ചേർത്ത് പിടിച്ചോളൂ. അടുപ്പ് കത്തിക്കുക, പാത്രം വെക്കുക. അടുപ്പ് കത്തിക്കുക, പാത്രം വെക്കുക. തക്കാളിയും ഒക്കെ നുറുക്കി കഴിഞ്ഞ ഓരോരുത്തർ പറഞ്ഞോളോ. തക്കാളി, പിന്നെന്താ, കുരുമുളക്, മല്ലിയില, കറിവേപ്പില, അതൊക്കെ ഇടുക. എന്നിട്ട് ഇളക്കുക. കറിവേപ്പില ഇട്ട് ഇളക്കിയതോടുകൂടി അവർക്ക് രസം ഉണ്ടാവുകയാണ്. ഓക്കെ, ഇനിയിപ്പോ ഈ കുട്ടി നമുക്ക് വേണ്ടി നവരസങ്ങൾ കാണിക്കാൻ പോവാണ്. മകരേ ഈ ടൂൺ എവിടെ കേട്ടിട്ടുള്ള? ഉദയനാണ് താര സിനിമ നിങ്ങൾ എത്ര പേര് കണ്ടിട്ടുണ്ട്? ആ ബാക്കിലിരിക്കുന്ന അമ്മമാരൊക്കെ കണ്ടിട്ടുണ്ട് ഇല്ലേ? ആ കറുപ്പ് ഷോൾട്ട് ചേച്ചി കണ്ടിട്ടില്ലേ? കണ്ടിട്ടുണ്ട്. ഉദയനാണ് സാരം. അതില് ആ കളിക്കുന്ന ആളുടെ പേരെന്താ? ശ്രീനിവാസന്റെ അതിലെ ക്യാരക്ടറുടെ പേരെന്താ? ശ്രീനിവാസന്റെ ക്യാരക്ടറുടെ പേരെന്താ? സരോജ് കുമാർ. ഓക്കെ, സരോജ് കുമാർ ആണ് അതില് അഭിനയിക്കാൻ അറിയാതെ കഷ്ടപ്പെടുന്ന അല്ലെ? ഇവിടെ നമ്മുടെ കൂടെ അഭിനയിക്കാൻ വന്നിരിക്കുന്ന കുട്ടിയുടെ പേര് ലക്ഷ്മി. ഓരോ രസങ്ങളായിട്ട് നമ്മള് രസം പറയും, ലക്ഷ്മി ചെയ്യും. ഓക്കെ, പറയട്ടെ. ശാന്തം എന്നിട്ട് നിങ്ങൾക്ക് ഇതിനെ എന്നെ തുറപ്പിച്ച് നോക്കണത്. ഭയാനകം. ഇതെന്ത് ഭയാനകാണത്? ഇത് പശു ചാണകം ഇടുമ്പോഴുള്ള ഭാവമാണ്. നോക്കട്ടെ.
ആ, ഉണ്ണി. ബീഭത്സം. ഹ്. എവിടെയായിരുന്നു മ്ലേച്ഛൻ? അതല്ല ബീഭത്സം. അതേതില്ല മറ്റേ ചാക്യാർ കൂത്താ? ചാക്യാർ കൂത്ത് കളിക്കാറുണ്ടോ? ഇല്ല. ഇല്ല. ബീഭത്സം. പിന്നെന്താ? കരുണം, വീരം, ഹാസ്യം. ഇവയ്ക്ക് പുറമെ ഞാൻ തന്നെ കണ്ടുപിടിച്ച 3 ഭാവങ്ങൾ വേറെയും. ഇടുക 3 ഭാവം. എനിക്കറിയില്ല.